നമസ്കാരം, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ PSC വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻവി പോത്തൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തെ മൗലിക കടമകളെ പറ്റിയാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ മൗലിക കടമകൾ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കുക എന്നത് ഒരു പൗരന്റെ ദൗത്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മളോട് ചോദിക്കുകയാണ് ഏതൊക്കെയാണ് മൗലിക കടമകൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇന്നതൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷേ അതിൻ്റെ അകത്ത് വരുമ്പോഴും ചില കാര്യങ്ങൾ ഈ പറയുന്ന കടമയാണോ അല്ലയോ എന്നുള്ള ഒരു സംശയം വരും. അത് സ്വാഭാവികമായിട്ടും പലരുടെയും മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പരീക്ഷാ തലത്തിലാണ് ഇത് പഠിക്കുന്നതെങ്കിലും ഈ പറയുന്ന കാര്യം ഒരു പൗരൻ എന്ന രീതിയിൽ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. അപ്പം ആ രണ്ട് രീതിയിലും, ഒരു ധാർമ്മികത എന്ന രീതിയിലും അതുപോലെ ഒരു അക്കാഡമിക് പർപ്പസ് എന്ന രീതിയിലും ഈ ഒരു ഭാഗം നമുക്ക് പഠിച്ച് മനസ്സിലാക്കി വെക്കാം. താരതമ്യേന വളരെ ചെറിയൊരു ടോപ്പിക് ആണെങ്കിലും വ്യക്തമായിട്ട് തന്നെ ഇത് മനസ്സിലാക്കി വെച്ചുകൊള്ളണം. ഇവിടെ നിന്ന് പല രീതിയിലുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥതലത്തിൽ വേണം നമ്മൾ ഇത് മനസ്സിലാക്കാൻ. അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെ പറ്റി പരാമർശിക്കുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 4A പാർട്ട് 4A ഈ പറയുന്ന മൗലിക കടമകളെ പറ്റി പരാമർശിക്കുന്നത്. അപ്പൊ 4A എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നു കാണണം ഈ പറയുന്ന ഇത് എന്താണ് ഒറിജിനൽ ഭരണഘടനയിൽ ഇല്ലാതിരുന്നതും പിന്നീട് കൂട്ടിച്ചേർത്തതുമാണെന്ന് ഓർത്തിരിക്കുക. അതായത് ഒരു പ്രത്യേക അമെൻമെന്റിലൂടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചതാണ് ഏത് മൗലിക കടമകൾ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയാണ് ഈ മൗലിക കടമയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഭാഗം കണ്ടു, ഭാഗം 4A. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 51A ആണ്. മൗലിക കടമകളെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 51A എന്ന കാര്യം ഓർത്തിരിക്കുക. ഒറ്റ ഒരു ആർട്ടിക്കിൾ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഈ പറയുന്ന മൗലിക കടമകളിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് പല പ്രാവശ്യം ചോദിച്ചതുമാണ്. ഈ ആശയം നമ്മളെ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ എന്നുള്ള ആശയം കടമെടുത്തിരിക്കുന്നത് എവിടുന്നാണ്? USSRൽ നിന്നാണ്, അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയൻ, ഇപ്പം റഷ്യ എന്നറിയപ്പെടുന്നു. അവിടെ നിന്നാണ് മൗലിക കടമകൾ എന്നുള്ള ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ സാധാരണഗതിയിൽ മൗലിക കടമകൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലാണ് ഉള്ളത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണഘടനയിലാണ് കൂടുതലായിട്ടും കടമകൾ എന്നുള്ള ഒരു ആശയമുള്ളത്. ഈ സാധാരണഗതിയിൽ ജനാധിപത്യ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഒന്നുകൂടെ ഒരു ലിബറൽ രാജ്യങ്ങളിലൊന്നും തന്നെ മൗലിക കടമകളില്ല. അമേരിക്കൻ ഭരണഘടനയിലോ ബ്രിട്ടീഷ് ഭരണഘടനയിലോ കടമകൾ എന്നുള്ള ഒരു ആശയം അവർ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അവരുടെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ വിശേഷണം അനുസരിച്ച് അവരതിനോട് അധികം താല്പര്യപ്പെടുന്നവരല്ല. എന്നാൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന കടമകളുണ്ട്. അതുകൊണ്ടാണ് ഈ ജപ്പാൻ എന്നുള്ള ഒരു രാജ്യത്തിന്റെ പേര് ഇവിടെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടത്. മൗലിക കടമകൾ നടപ്പാക്കിയ ലോകത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഏഷ്യയിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ഏത്? ജപ്പാൻ എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇന്ത്യ അത് നടപ്പാക്കുന്നത് അതിനും ശേഷമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഇല്ലായിരുന്നു, പിന്നീടാണ് കൂട്ടിച്ചേർത്തതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിന് കാരണമായ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. 42ാം ഭേദഗതി ഒരുപാട് മാറ്റങ്ങൾ ഭരണഘടനയിൽ കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ് 42ാം ഭേദഗതി. അതുകൊണ്ട് അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ആ ഒരു ഭേദഗതിയൊക്കെ വരുന്നത്. ആ ഭേദഗതി നടന്ന വർഷം 1976. അപ്പം ഇവിടെ പരീക്ഷയിൽ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കുന്നത് ഏത് വർഷം, ഏത് ഭേദഗതി പ്രകാരം? 1976 42ാം ഭേദഗതി പ്രകാരം എന്ന് ഓർത്തിരിക്കുക. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭരണഘടനയിൽ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് രണ്ട് ഭേദഗതികൾ നമ്മൾ ഓർത്തിരുന്നോണം. ഒന്ന് 42ാം ഭേദഗതി, മറ്റൊന്ന് 86ാം ഭേദഗതി. ഇനി ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു ഭേദഗതി പറയുമ്പോൾ ആ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രമായിരിക്കണമെന്നില്ല. ഇപ്പോൾ ഒരു ഭേദഗതി വരുമ്പോൾ അതിൽ പല കാര്യങ്ങളിൽ പലയിടത്തും പല മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പം 42 തന്നെ പലയിടത്തും പറഞ്ഞു. അപ്പം ചിലർക്ക് സംശയം തോന്നാം, ഈ പലയിടത്തും പറഞ്ഞല്ലോ, പലയിടത്തും പല കാര്യമല്ലേ പറയുന്നതെന്ന്. അപ്പം ഒരു ഭേദഗതി, ഒരു പ്രാവശ്യം ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോൾ പല വിഷയങ്ങളിൽ മാറ്റം വരാറുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ,
അപ്പം മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് രണ്ട് ഭേദഗതികൾ ഓർത്തിരുന്നോണം, 42ഉം 86. അപ്പൊ 86 എന്താണെന്ന് പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ഓർത്തിരിക്കുക, ഈ 76-ൽ 42-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ ചേർത്തത് 10 കടമകളാണ്. ആദ്യം 10 കടമയേ ഉള്ളായിരുന്നു, ഇപ്പോഴെത്രയുണ്ട്? 11 കടമകളുണ്ട്. ആ 11ാമതായിട്ട് ചേർത്ത കടമ എന്ന് പറയുന്നത് 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ കടമയാണെന്നാണ് പറയുന്നത്. എന്താണ്? 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ കടമയാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ കടമ ഭരണഘടനയിൽ ചേർക്കുന്നത് 86-ാം ഭേദഗതി പ്രകാരം 2002-ലാണ്. അപ്പൊ അങ്ങനെ നിലവിൽ ഭരണഘടനയിൽ എത്ര കടമയുണ്ടെന്ന് ചോദിച്ചാൽ 11. എന്നാൽ 76-ൽ എത്രയുള്ളായിരുന്നു? ഈ പറയുന്ന 10 ഉള്ളായിരുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പം ഇത് പറയുമ്പോൾ ചിലപ്പം ചില സംശയങ്ങൾ മനസ്സിൽ വരാം. ഈ പറയുന്ന നമ്മൾ മൗലിക അവകാശങ്ങൾ പറഞ്ഞ സമയത്ത് ഈ 21A എന്ന് പറയുന്ന ആർട്ടിക്കിളിനെ പറ്റി പറഞ്ഞില്ലേ? അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗവൺമെന്റ് ഈ പറയുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൊടുക്കണം. അതായത് വിദ്യാഭ്യാസം കുട്ടികളുടെ മൗലിക അവകാശമാണ്, സർക്കാർ അത് ചെയ്തു കൊടുക്കണമെന്നാണ് പറയുന്നത്. അവിടെ 6 തൊട്ട് 14 വയസ്സ് വരെ എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഗവൺമെന്റ് വിദ്യാഭ്യാസം നൽകാൻ റെഡിയാണ് ആർട്ടിക്കിൾ 21A പ്രകാരം. ഇനി ഇത് കൊച്ചു കുട്ടികളാണ്, അവർ സ്വയമേ സ്കൂളിൽ പോകാൻ സാധ്യതയൊന്നും ഇല്ലല്ലോ. അപ്പം ഇവരെ സ്കൂളിൽ എത്തിക്കുക എന്ന ആരുടെ ചുമതലയാണ്? മാതാപിതാക്കളുടെയാണ്. സർക്കാരിന് വന്ന് ഈ പറയുന്ന എല്ലാ പിള്ളേരെയും ഈ പറയുന്ന സ്കൂളിലോട്ട് വിളിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്ന എളുപ്പമാണോ? അല്ല. അപ്പം കുട്ടികളെ സ്കൂളിലാക്കുക എന്നത് മാതാപിതാക്കളുടെ ചുമതല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന 86-ാം ഭേദഗതി വരുമ്പോൾ കടമയിലും മാറ്റം വരുത്തുന്നു എന്ന കാര്യം കൂടി ഇവിടെയൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൗലിക കടമകൾ 86 ഭരണഘടനയിൽ ചേർത്തെന്ന് പറഞ്ഞു. അത് ചേർക്കുന്നതിന് കാരണം സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. അതായത് 42-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ പറ്റി പഠിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മിറ്റിയാണ് ഈ പറയുന്ന സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ സ്വരൺ സിംഗ് കമ്മിറ്റി പഠിച്ച് അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് 42-ാം ഭേദഗതി നടക്കുകയും മൗലിക കടമകൾ എന്നുള്ളത് ഭരണഘടനയിൽ ചേർക്കണമെന്ന് സർക്കാരിനോട് റെക്കമെൻഡ് ചെയ്തതും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർത്തത് ഏത് പ്രധാനമന്ത്രിയുടെ സമയത്താണ്? അല്ലെങ്കിൽ ഈ ഭേദഗതി വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു ആരാണ്? ഇന്ദിരാഗാന്ധി എന്ന് ഓർത്തിരിക്കുക. ആരാണ്? ഇന്ദിരാഗാന്ധി എന്ന് ഓർത്തിരിക്കുക. ഇനി ഒരു ഭേദഗതി എന്ന് പറയുമ്പോൾ പാർലമെന്റ് ഈ പറയുന്ന ബില്ല് പാസ്സാക്കുന്നു, അതിനുശേഷം രാഷ്ട്രപതി ഒപ്പുവെച്ചാലാണ് ആ ഭേദഗതി നിലവിൽ വരുന്നത്. അപ്പം ഈ പറയുന്ന ഭേദഗതി നിലവിൽ വരുമ്പോൾ രാഷ്ട്രപതി ആയിരുന്നത് ആരാണ്? അല്ലെങ്കിൽ ഈ മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന വ്യക്തിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പം ഈ മൗലിക കടമകൾ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയും, രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. പിന്നീട് നമ്മൾ ഈ പേരുകളൊക്കെ പഠിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പം തന്നെ ഇത് പറഞ്ഞു പോകുന്നതെന്ന് ഓർത്തിരിക്കുക. ഒത്തിരി ഉണ്ടെന്ന് ഓർത്ത് നിങ്ങൾ പഠിക്കാതിരിക്കല്ല. ഈ പേരുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, അതുപോലെ ഫക്രുദ്ദീൻ അലി അഹമ്മദ്, അന്നത്തെ രാഷ്ട്രപതി എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇനിയാണ് നമ്മൾ ഈ പറയുന്ന മൗലിക കടമകളിലേക്ക് വരാൻ പോകുന്നത്. അപ്പം നിലവിൽ 11 മൗലിക കടമകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇനി വരുന്ന PPT-യില് ഈ പറയുന്ന ഭരണഘടനയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് 11 കടമകളും കൊടുത്തിരിക്കുന്നത്. എന്നാൽ ക്ലാസ്സിൽ ഈ പറയുന്ന ആ 11 വായിച്ച് അതേ രീതിയിൽ അത് പറഞ്ഞു പോകുന്നില്ല. PPT-ക്കകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് അത് വായിച്ചു പോവുക. ഓക്കെ, കാരണം ഈ പറയുന്ന രീതിയിൽ ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. അതിന്റെ അർത്ഥതലത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇതുവരെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇനി അതിനുള്ള സാധ്യതയുമാണ്. അപ്പം ഓരോ കടമയുടെയും പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ആ കടമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ നിന്ന് എങ്ങനെ ചോദ്യം വരാം എന്നുള്ള ഒരു അർത്ഥതലത്തിലാണ് ഈ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിലവിൽ 11 കടമകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും ചില സംശയങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു 1-2 ഓപ്ഷൻസ് തന്നിട്ട് ആ ഒരു ഭാഗത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം എന്തൊക്കെയാണ് ഒരു ഇന്ത്യൻ പൗരന്റെ കടമകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഓപ്ഷൻസ് നൽകാം. ഇതിൽ ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ തെറ്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ?
ഈ പറയുന്ന ഇന്ത്യൻ പതാകയെ ബഹുമാനിക്കണം ഒരു കടമയാണോ? 2, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം ഒരു കടമയാണോ? മുതിർന്നവരെ ബഹുമാനിക്കണം ഒരു കടമയാണോ? ഇനി പരിസ്ഥിതി സംരക്ഷിക്കണം ഒരു കടമയാണോ? റോഡ് നിയമങ്ങൾ പാലിക്കണം ഒരു കടമയാണോ? അപ്പം ഈ 3-4 ചോദ്യങ്ങൾ, 3-4 ഓപ്ഷനുകൾ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് ഒരു മൗലിക കടമ, അല്ലെങ്കിൽ കടമയല്ലാത്തത് ഏതാണ്? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പം ഇവിടെ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകൾ വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ കടമയാണോ അതോ നിയമമാണോ, ചില സംശയങ്ങൾ വന്നു കാണും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് വായിച്ചു പറഞ്ഞു പോകുന്നില്ല, പക്ഷെ ഓരോന്നിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ അതിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത്തെ കടമയിലേക്ക് വരാം. 51A എന്ന് പറയുന്ന ആർട്ടിക്കിളിലെ ആദ്യം കൊടുത്തിരിക്കുന്ന കടമ. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്ത്യയുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അപ്പൊ നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. രാജ്യത്തിന് ഭരണഘടനയുണ്ട്, അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്, ദേശീയ പതാകയുണ്ട്, ദേശീയ ഗാനമുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം അല്ലെങ്കിൽ ആദരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ദേശീയ ഗാനം പാടുമ്പോൾ എണീച്ചു നിൽക്കണമെന്നുള്ളതും ഈ പറയുന്ന ദേശീയ പതാക ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഭരണഘടനയും ദേശീയതയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെയും ബഹുമാനിക്കുക എന്നത് ഒരു പൗരന്റെ കടമയാണെന്ന് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ കടമയിലേക്ക് വരാം. രണ്ടാമത്തെ കടമയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ രാജ്യം ഈ പറയുന്ന ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ്. ആ സ്വാതന്ത്ര്യ സമര ചരിത്രം നമുക്കെല്ലാം അറിയാം. ആ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെയും നമ്മൾ അനുസ്മരിക്കുകയും അതിൽ പ്രചോദനം കൊള്ളുകയും ചെയ്യണം എന്നാണ് രണ്ടാമത്തെ കടമയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന്റെ പ്രചോദനം നൽകുന്ന മഹനീയ ആദർശങ്ങളെ പരിപോഷിക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള സേനാനികളെ ആദരിക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ നമ്മൾ പ്രമോട്ട് ചെയ്യുക, അതിൽ നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണെന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 15-ാം തീയതി ഈ പറയുന്ന ഹോളിഡേ ആയിട്ട് നമ്മൾ ആചരിക്കുമെങ്കിലും ഒരു ദേശസ്നേഹം ഉണർത്തുന്ന ഒരു ദിവസം എന്ന രീതിയിൽ പല രീതിയിലുള്ള പ്രോഗ്രാമുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ടായിരുന്നത്. അപ്പം 2 കടമകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി വരുന്ന കടമകൾ നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി.